ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഇഷിതയുടെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഇഷിതയും മഹേഷും വിനോദും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ്. ഈ കാണാതായിപ്പോയ ഇയാളെക്കുറിച്ച് തന്നെയാണ് സംസാരം. അപ്പോൾ എങ്ങനെയെങ്കിലും കൈലാസിനെ തിരിച്ചു കൊണ്ടുവരണമല്ലോ, അല്ലെങ്കിൽ എല്ലാ കുറ്റങ്ങളും ഇഷിതയുടെ പേരിലേക്ക് ആകുമെന്ന് ഇവർക്ക് നന്നായിട്ട് തന്നെ അറിയാം. അയാളുടെ ബോഡി എവിടെയാണെങ്കിലും കിട്ടണം. കാരണം അയാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ ബോഡി കിട്ടേണ്ടതല്ലേ. ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ അയാളുടെ ഭാര്യയെയും കുടുംബത്തെ തേടി വന്നാനായിരുന്നു. ഇഷിതയോട് അത്രയ്ക്കും വൈരാഗ്യം ഉണ്ടല്ലോ ഇയാൾക്ക്. അപ്പോൾ ഇഷിതയും കൂടി തേടി വന്നാനായിരുന്നു ഇയാൾ. അപ്പോൾ ഇതിങ്ങനെ ആലോചിച്ചിട്ട് വൃത്തിയും പിടിക്കണ്ട. അപ്പോൾ ഇഷിത പറയുകയാണ്, വിനോദ എങ്ങനെയെങ്കിലും അയാളെ കണ്ടെത്തിയേ മതിയാവുള്ളൂ. ഇപ്പം നമ്മളൊരു ബോഡി കാണാൻ പോയി, അത് അയാളുടെ ബോഡിയല്ല. അപ്പോൾ പിന്നെ അയാൾ എവിടെ? ഏട്ടത്തി ഇങ്ങനെ ടെൻഷൻ ആവാതെ, എവിടെയാണെങ്കിലും അയാളെ കണ്ടെത്താം. അയാളെ കണ്ടെത്താതെ എങ്ങോട്ടും പോകുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് വിനോദ് അവിടെ നിന്ന് പോവുക. അപ്പോൾ വിനോദ് പോയി കഴിഞ്ഞപ്പോഴേക്കും ഈഷിത പറയണത്, ദൈവമേ, ഇതിൻ്റെ ഇടയിലേക്ക് ഞാൻ കയറി ചാടുണ്ടായിരുന്നു. ഇപ്പം കണ്ടില്ലേ, എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുന്നു. ഒരു തെറ്റും ചെയ്യാത്ത ഞാനിപ്പോൾ കുറ്റവാളിയോട് നിൽക്കുകയാണ്. എനിക്ക് വീട്ടിലേക്ക് പോകാൻ പോലും തോന്നുന്നില്ല മഹേഷേ. ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും താൻ ചെല്ലടോ, ഏതായാലും അവനെവിടെ പോകാനായിട്ട്, എവിടെയാണെങ്കിലും നമ്മൾ കണ്ടെത്തും എന്നും പറഞ്ഞുകൊണ്ടാണ് മഹേഷും. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് മഞ്ജിമയാണ്. അപ്പോൾ മഞ്ജിമയാണെങ്കിൽ പൂര കരച്ചില്ല. എൻ്റെ ദൈവമേ, എന്നാലും എൻ്റെ കൈലാസേട്ടനത് എവിടെ പോയി? എൻ്റെ കൈലാസേട്ടനെ കൊന്നതാണ് അവൾ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നീ എന്തൊക്കെയാണ് മഞ്ജിമ പറയുന്നത്? അതെ അമ്മേ, കൊന്നതാണ്. കാരണം എൻ്റെ കൈലാസേട്ടനെ എവിടെയോ കെട്ടിത്താത്തി. അവൾ പറഞ്ഞത് കേട്ടില്ലേ? ഇപ്പോൾ ഇവരുടെയൊക്കെ മനസ്സിലിരിപ്പ് യാദൃശ്ചികമായിട്ട് എൻ്റെ കൈലാസേട്ടൻ്റെ ബോഡി ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് എന്നെ കാണിക്കാനായിരിക്കും. അതുകൊണ്ടാണ് ഇവരാരും എന്നോടൊരു സത്യവും പറയാത്തത്. എനിക്കിതൊക്കെ ആലോചിച്ചിട്ട് സങ്കടം സഹിക്കാനായിട്ട് പറ്റുന്നില്ല അമ്മേ. എനിക്ക് എൻ്റെ കൈലാസേട്ടനെ കാണണമേ. എൻ്റെ ദൈവമേ, എൻ്റെ കൈലാസേട്ട എന്നെ വിട്ടു പോയോ? ഞാനും കൈലാസേട്ടനൊപ്പം വരുന്നു. ഞാൻ എന്തിനാ തനിച്ച് ജീവിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഈ പെണ്ണുമ്പിള്ള ഭയങ്കര കരച്ചില്ല. ആ സമയത്ത് ദേ വരുന്നു ഇഷിത കയറിയിട്ട്. അപ്പോൾ ഇഷിതയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് വീണ്ടും അരിശം വരിക. അപ്പോൾ മഞ്ജിമ ഓടി ചെന്നിട്ട്, എവിടെ എൻ്റെ ഭർത്താവ് എവിടെ? എൻ്റെ ഭർത്താവ് എവിടെയെന്നാണ് ചോദിച്ചത്. സത്യം നീ പറഞ്ഞോ, അല്ലെങ്കിലേ നിന്നെ ഞാൻ വെച്ചേക്കില്ല. അപ്പോൾ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ഇഷിത പറയണം, അമ്മേ ഇവരോടൊന്നും മിണ്ടാതിരിക്കാൻ പറ. ദേ ഞങ്ങളിപ്പോൾ ഒരു ബോഡി പോയി കണ്ടില്ലേ, അത് കൈലാസേൻ്റെ ബോഡി അല്ലാന്നേ, അതും വേറെ ആരുടെ ബോഡിയാ. ഞങ്ങൾ എല്ലാ തെളിവോടുകൂടി തന്നെയാണ് ഈ പറയുന്നത്. എന്നിട്ട് മോളെ സത്യമാണ് പറഞ്ഞത്. അതെ, സത്യം തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഇത് കേട്ട മഞ്ജിമയാണെങ്കിൽ, ഇല്ല, ഇവള് കള്ളത്തരം പറയാ. എൻ്റെ ഭർത്താവിനെ കൊണ്ട് കൊന്നിട്ട് എവിടെയോ കെട്ടി തൂക്കിയിട്ട് ഇപ്പോൾ പറയുന്നു എൻ്റെ ഭർത്താവിനെ കൊന്നിട്ടില്ലാന്ന്. നീയല്ലേ എൻ്റെ ഭർത്താവിനെ കൊന്നു താത്തിയത്. എൻ്റെ ദൈവമേ, എൻ്റെ ഭർത്താവ് എന്നെ വിട്ട് പോയല്ലോ, ഇവള് കാരണം, എല്ലാത്തിനും കാരണം. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അയ്യേ, ഇതെന്ത് സ്ത്രീയാണ്, ഇവരെന്താ ഇങ്ങനെ പറയുന്നത്? ഭർത്താവ് മരിച്ചിട്ടില്ലെന്ന് ഞങ്ങൾ പറഞ്ഞു, ആ ബോഡി ഭർത്താവിൻ്റെ അല്ല എന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് പോലും നിങ്ങളത് വിശ്വസിക്കാതെ നിങ്ങളുടെ ഭർത്താവ് മരിച്ചെന്ന് പറയാനായിട്ട് നിങ്ങൾക്ക് നാണമില്ലേ എന്തൊക്കെയാണ് ചോദിച്ചു കഴിഞ്ഞപ്പോൾ, നീ എന്താ എൻ്റെ മുന്നിൽ കിടന്ന് ഡയലോഗ് അടിക്കുകയാണോ? വേണ്ട, എൻ്റെ മുന്നിൽ നീ ഡയലോഗ് അടിക്കേണ്ട യാതൊരു കാര്യമില്ല. നീ എല്ലാത്തിനും കാരണം. നിന്നെ ഞാൻ വെച്ചേക്കില്ലടി എന്ന് പറഞ്ഞുകൊണ്ട് ഇഷിതയുടെ കോരക്കിന് കയറി കുത്തി പിടിക്കുകയാണ്. അപ്പോൾ ഈ സ്വപ്നവല്ലി പറയുന്നുണ്ട്, മോളെ മഞ്ജിമ വിട്, നീ എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത്? വിടില്ലമ്മേ, ഞാനിവളെ വിടൂല. ഇവളും മരിക്കട്ടെ, ഇവളെ ഞാൻ തീർക്കും. എൻ്റെ ഭർത്താവിനെ കൊന്ന ഇവളെ ഞാൻ തീർക്കും. എനിക്കിനി ആരുമില്ല അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇഷിതയെ കഴുത്തിന് പിടിച്ച് ഒറ്റ തള്ള്. ഇഷിത ആ ഒരു ഡോറിൻ്റെ അടുത്തേക്ക് പോയി വീഴുകയാണ്. ഡോറിൻ്റെ അടുത്തേക്ക് പോയി വീണതും ദേ വരുന്നൊരു സ്വാമിയാരുടെ കാല് കണ്ട് നേരെ മുകളിലേക്കൊന്ന് നോക്കുകയാണ് നമ്മുടെ ഇഷിത. ഞെട്ടിപ്പോയി. കാരണം സ്വാമിയാരുടെ മുഖം കണ്ടിട്ട് എല്ലാവരും ഞെട്ടി നിൽക്കുക. അത് മറ്റാരും ആയിരുന്നില്ല, അത് നമ്മുടെ കൈലാസ് തന്നെയാണ്. കൈലാസ് വലിയ സ്വാമിയാരെ പോലെ വലിയ ഭക്തിമാർഗമൊക്കെ സ്വീകരിച്ചാണ് വന്നിരിക്കുന്നത്. ഹരഹരോ ഹരഹര എന്നും പറഞ്ഞുകൊണ്ട്, യുവതി എണീക്കൂ മകളെ എന്നിങ്ങനെ പറയുക. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇഷിത അവിടെ നിന്ന് ചാടി എണീക്കും. ഇഷിതയ്ക്കും വിശ്വാസമായില്ല. അങ്ങനെ നമ്മുടെ സ്വപ്നവല്ലി ചോദിക്കുകയാണ്, മോനെ കൈലാസേ, നീ ഇതെന്താണ് ഇത്? എനിക്ക് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല. നീ എന്താണ് ഈ കോലത്തിൽ എന്ന് ചോദിക്കുക. അപ്പോഴേക്കും ഈ നമ്മുടെ മഞ്ജിമയും പറയാണ്, കൈലാസേട്ടാ എന്ന് പറഞ്ഞപ്പോഴേക്കും, ഇഷിത നിങ്ങളെന്താ പറഞ്ഞത്? ഞാൻ നിങ്ങളുടെ ഭർത്താവിനെ കൊന്നു. ഇത്ര നേരം വരെ അങ്ങനെയല്ലേ പറഞ്ഞുകൊണ്ടിരുന്ന വെച്ചത്. ഇപ്പം മുന്നിൽ നിൽക്കുന്നത് ആരാണ്? നിങ്ങളുടെ ഭർത്താവല്ലേ. നിങ്ങളുടെ ഭർത്താവിനെ ഇപ്പോൾ നിങ്ങൾ നേരിട്ട് കണ്ടില്ലേ, സമാധാനമായില്ലേ? ദേ കൈലാസേട്ടാ, ഇതെവിടെയായിരുന്നു കൈലാസേട്ടാ? ദേ ഇവിടെ ഏട്ടനും ചേട്ടനും ചേച്ചിയൊന്നുമില്ല. ഞാൻ
കൈലാസ് സ്വാമി എന്നും പറഞ്ഞുകൊണ്ട് ഈ കാവടി എടുത്തിട്ട് ഇങ്ങനെ കിടന്ന് തുള്ളുകയാണ്. ഹരഹരോ ഹരഹര ഹരഹരോ ഹരഹര എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ ദേ വരുന്നു മഹേഷ്. അപ്പോൾ മഹേഷും വന്നപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കാക്കി ചിരി വരിക. മഹേഷിൻ്റെ പിന്നാലെ നമ്മുടെ മഹേഷിൻ്റെ അച്ഛനും കൂടി വരിക. അപ്പം അച്ഛനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സ്വപ്നവല്ലിക്ക് ഭയങ്കര ഒരു സന്തോഷം. അപ്പോൾ സ്വപ്നവല്ലി ഓടി ചെന്നിട്ട് എൻ്റെ രാമ എന്നാലും രാമൻ എന്നെ വിട്ട് പോയല്ലോ, ഇത്രയും ദിവസം എന്നെ പിരിഞ്ഞിരുന്നല്ലോ, ഇത്ര ദിവസം എവിടെയായിരുന്നു, തീർത്ഥാടനത്തിന് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് പോയതല്ലേ, എന്നിട്ട് ഇപ്പോഴാണോ രാമ തിരിച്ചു വരുന്നത് എന്നും പറഞ്ഞുകൊണ്ട് സ്വപ്നവല്ലിയും. അപ്പോൾ നമ്മുടെ ഈ കൈലാസ് ആണെങ്കിൽ ഹരഹര ഹരാരെന്ന് പറഞ്ഞുകൊണ്ട് തുള്ളിക്കൊണ്ടിരിക്കുക. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആർക്കൊന്നും വിശ്വസിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ കൈലാസേട്ടാ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും കൈലാസേട്ടനല്ല, കൈലാസ സ്വാമി എന്ന് പറഞ്ഞ് ചന്ദനം രണ്ടുപേരുടെയും നെറ്റി തൊട്ട് കൊടുക്കുകയാണ്. എവിടെ 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 പൂജാ റൂം എവിടെ? കൈലാസേട്ടാ പൂജാ റൂം പോലും ഇപ്പം കൈലാസേട്ടന് ഓർമ്മയില്ലേ? എന്നെ പൂജാ റൂമിലേക്ക് കൊണ്ടുപോകൂ. ഇനിയുള്ള ജീവിതം എനിക്ക് പൂജാ റൂമിൽ തന്നെയാണ്. ഞാൻ ഇനി അവിടെയാണ് വസിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ കൈലാസിൻ്റെ ആ തുള്ളലും ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് ഇഷിതയ്ക്ക് ചിരി സഹിക്കാനായിട്ട് പറ്റില്ല. അങ്ങനെ കൈലാസും എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ആ പൂജാ റൂമിൽ നിൽക്കുക. കൈലാസാണ് ഈ വിളക്കൊക്കെ കത്തിച്ചിട്ട് ഹരഹരോ ഹരഹര ഇത് തന്നെ പ്രാർത്ഥിക്കുകയാണ് കൈലാസ്. ഇഷിതയ്ക്കാണെങ്കിൽ ചിരി സഹിക്കാനും പറ്റില്ല. അപ്പോൾ സ്വപ്നവല്ലിയാണ് ഇതെല്ലാം സത്യമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക. ഇനിയേ നിങ്ങളെല്ലാവരും പുറത്തേക്ക് പോയിക്കോളൂ, എനിക്ക് കുറച്ച് ധ്യാനങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, ഞാൻ ഇവിടെ നിന്ന് ധ്യാനിക്കാനായിട്ട് പോവുകയാണ്. ആ സമയത്ത് നിങ്ങൾ ആരും വന്ന് എന്നെ ശല്യപ്പെടുത്താനായിട്ട് നിൽക്കരുത്, എനിക്കത് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്, നിങ്ങൾ പൊയ്ക്കോളൂ. അങ്ങനെ അച്ഛനും അതേപോലെ തന്നെ അമ്മയൊക്കെ പുറത്തിറങ്ങിയപ്പോഴും ഈ മഞ്ജിമയാണെങ്കിൽ പൂജാ റൂമിൽ തന്നെ നിൽക്കുകയാണ്. പിന്നെ കൈലാസേട്ടാ യുവതി നിങ്ങളും പുറത്തേക്ക് പോയിക്കോളൂ. യുവതിയെന്നോ? എന്നെ കൈലാസേട്ടൻ എന്തിനാ യുവതി എന്ന് വിളിക്കുന്നത്? ഞാൻ കൈലാസേട്ടൻ്റെ ഭാര്യയല്ലേ കൈലാസേട്ടാ. ഇവിടെ ബന്ധുക്കളും സ്വത്തുക്കളും ഒന്നുമില്ല. ദൈവത്തിന് അങ്ങനെയൊന്നുമില്ല, മനസ്സിലായല്ലോ? എല്ലാവരും ഒരേപോലെയാണ് ദൈവത്തിൻ്റെ കൺമുന്നിൽ. അതുകൊണ്ട് എനിക്കിവിടെ നിന്ന് കുറച്ചു നേരം ധ്യാനിക്കണം, എന്നെ മനസ്സമാധാനമായിട്ടൊന്ന് വിടൂ എന്ന് പറയുകയാണ്. മഞ്ജിമയാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി പോവുകയും ചെയ്യാണ്. അപ്പോൾ പോയി കഴിഞ്ഞപ്പോഴേക്കും ഈ കൈലാസാണെങ്കിൽ ഹരഹരോ ഹരഹര എൻ്റെ മുരുക പണിയാണ്ടവനെ കാക്കണേ. അങ്ങനെ നമ്മുടെ രാമന് ചായ എടുത്ത് കൊടുക്കുകയാണ് ഇഷിത. അച്ഛാ എന്താ അച്ഛാ ഉണ്ടായത്, എന്താ കാര്യങ്ങൾ എന്ന് ചോദിച്ചപ്പോഴേക്കും ഞാനേ ധ്യാനത്തിന് പോയത് വെറുതെയാണെന്ന് വിചാരിച്ചോ? അല്ലല്ലോ, ഞാൻ പോയി ഓരോ തീർത്ഥാടനത്തിനും പോയി. പഴനിയിൽ നിന്ന് തുടങ്ങി ലാസ്റ്റ് പഴനിയിൽ തന്നെ അവസാനിപ്പിച്ചു. അവിടെ വെച്ചാണ് ഞാൻ കൈലാസിനെ കണ്ടത്. അവൻ പാവം, അവനൊരു കൊച്ചു കുട്ടിയെ പോലെ എൻ്റെ മുന്നിൽ കിടന്ന് കരയുമായിരുന്നു, കാല് പിടിച്ച് കരയായിരുന്നു. ഈശ്വരിയോട് ചെയ്ത തെറ്റുകളെല്ലാം എന്നോട് ഏറ്റു പറയുകയായിരുന്നു. ഞാൻ ചെയ്ത പാപങ്ങൾക്കൊന്നും പരിഹാരമില്ലല്ലോ അച്ഛാ എന്നും പറഞ്ഞുകൊണ്ട്. പക്ഷേ ഞാൻ അവനെ ഒരുപാട് വീട്ടിലേക്ക് വിളിച്ചു നോക്കി, അവൻ വരാനായിട്ട് തയ്യാറായില്ല മോളെ. അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കണം. ലാസ്റ്റ് അവനെ ഞാനൊരു സ്വാമിയാരുടെ അടുത്തേക്ക് കൊണ്ടുപോയി. ആ സ്വാമിയാർ അവൻ്റെ ചെവിയിൽ എന്തോ മന്ത്രം ഓതുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് അവനിങ്ങനെ വലിയൊരു മാറ്റം സംഭവിച്ചത്. മഹാ അത്ഭുതം തന്നെ എന്ന് പറയാം. അവന് അത്രയും വലിയൊരു മാറ്റം സംഭവിച്ചത്. ഇത് കേട്ട നമ്മുടെ മഹേഷിന് ചിരി വരിക. അപ്പോൾ മഹേഷ് ആണെങ്കിൽ അച്ഛാ ഈ കൈലാസേട്ടനെ കണ്ടു എന്നതുവരെയും സത്യം തന്നെയാണ്, അതൊക്കെ വിശ്വസിക്കാം. പക്ഷെ ഏതോ ഒരു സ്വാമി വന്ന് ചെവിയിലെ മന്ത്രം ഓതി അതുകൊണ്ട് മഹാത്ഭുതം സംഭവിച്ചു. പക്ഷെ ഇതൊക്കെ വിശ്വസിക്കാനായിട്ട് പറ്റുമോ അച്ഛാ? മോനെ വിശ്വസിച്ചേ മതിയാവുള്ളൂ. എല്ലാം ദൈവം എൻ്റെ കൺമുന്നിൽ കാണിച്ചെന്നാണ്. ഇപ്പോൾ വന്നിരിക്കുന്നത് പഴയ കൈലാസ് അല്ല, പുതിയ കൈലാസാണ്. എല്ലാം കൊണ്ടും നല്ല സ്വഭാവമുള്ള കൈലാസാണ്. അതുകൊണ്ട് നമ്മൾ ഇനി അവരെ ശല്യപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോഴേക്കും സ്വപ്നവല്ലിയാണെങ്കിൽ എന്നാലും ദൈവമേ കൈലാസിൻ്റെ സ്വഭാവമൊക്കെ മാറിയല്ലോ, ഏതായാലും അവൻ തിരിച്ചെത്തിയല്ലോ, അതുതന്നെ മഹാഭാഗ്യം. അവന് വന്ന മാറ്റം ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥ നിൽക്കുകയാണ്. വിശ്വസിക്കണം സ്വപ്നവല്ലി, നമ്മളത് വിശ്വസിച്ചേ മതിയാവുള്ളൂ. അപ്പോൾ വരുന്നു നമ്മുടെ കൈലാസ സ്വാമി. അപ്പോൾ കൈലാസ സ്വാമിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വരൂ, കൈലാസേട്ടാ വാ നമുക്ക് റൂമിലേക്ക് പോവാം, താങ്കൾ മുന്നിൽ നടക്കൂ. അങ്ങനെ മുന്നിട്ട് നടക്കുവാണ് നമ്മുടെ ഈ മഞ്ജിമ മുന്നിലേക്ക് നടന്നു കഴിഞ്ഞപ്പോഴേക്കും റൂമിലെത്തിക്കഴിഞ്ഞ് മഞ്ജിമ പെട്ടെന്ന് കഥ കടച്ചിട്ട് എൻ്റെ കൈലാസേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിക്കാനായിട്ട് വന്നു. എന്തായി കാണിക്കുന്നത്, മാറി നിൽക്കങ്ങട്, ഞാനേ സ്വാമിയാണ്, സ്വാമി അകലം പാലിക്കണം, ഇവിടെ
ശുദ്ധിയൊക്കെ മനഃശുദ്ധിയും ശരീരം ശുദ്ധിയൊക്കെ നല്ല മസ്റ്റാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എൻ്റെ അടുത്ത് അകലം പാലിച്ചാൽ മതിയാവുള്ളൂ. കൈലാസേട്ടാ, കൈലാസേട്ടൻ എന്തൊക്കെയാ പറയുന്ന കൈലാസേട്ടാ? ഞാൻ കൈലാസേട്ടൻ്റെ ഭാര്യയല്ലേ? കൈലാസേട്ടനല്ലാതെ എനിക്ക് വേറെ ആരാ ഉള്ളത്? ഇത്രയും നാൾ ഞാൻ കാത്തിരുന്നത് വെറുതെ ആയി പോയോ കൈലാസേട്ടാ? കൈലാസേട്ടൻ എന്തൊക്കെയാ കൈലാസേട്ടൻ സംസാരിക്കുന്നത്? ഞാൻ കൈലാസേട്ടനെ കെട്ടിപ്പിടിക്കും എന്നും പറഞ്ഞുകൊണ്ട് കൈലാസിനെ വീണ്ടും കെട്ടിപ്പിടിക്കാനായിട്ട് പോവുകയാണ് നമ്മുടെ മഞ്ജിമ. അങ്ങോട്ട് മാറി നിൽക്കാനല്ലേ പറഞ്ഞുകൊണ്ട് കൈലാസ് ഓടി കട്ടിലേക്ക് ചാടി കയറുകയാണ്. യുവതി, അങ്ങോട്ട് മാറി നിൽക്കും യുവതി, എൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കണം കൈലാസേട്ടാ. ദൈവമേ, ഒരു കുഞ്ഞുങ്ങൾ പോലും എനിക്കായിട്ടില്ല. അതിനു മുമ്പ് തന്നെ കൈലാസേട്ടൻ ഇങ്ങനെ തുടങ്ങിയാലോ? യുവതി, നിനക്ക് കുഞ്ഞുങ്ങളുണ്ടാകും. ഞാൻ പ്രാർത്ഥിക്കാം. നിനക്കുണ്ടാകാൻ പോകുന്നത് ദിവ്യഗർഭമാണ്. ആഹാ, കൊള്ളാം. അപ്പോൾ പിന്നെ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്ന് വെച്ചിട്ട് എന്ത് പറയും? അപ്പോൾ കൈലാസം ഒന്നും മിണ്ടുന്നില്ല. എൻ്റെ കുഞ്ഞ്, എനിക്ക് കൈലാസേട്ടൻ്റെ കുഞ്ഞിനെ പ്രസവിച്ചാൽ മതി, അല്ലാണ്ട് എനിക്ക് ദിവ്യഗർഭമൊന്നും വേണ്ട. കൈലാസേട്ടാ, ഞാൻ പറഞ്ഞത് കേൾക്ക്. വേണ്ട, നമ്മളെ തൊട്ടു പോകരുത്. നമ്മൾ ഇപ്പോൾ ദൈവത്തിൻ്റെ കൂടെ തന്നെയാണ്. എനിക്ക് പാല് കുടിക്കാനുള്ള സമയമായി. എനിക്ക് ഇച്ചിരി പാലും പഴവും ഒക്കെ കൊണ്ടുവരണം. പിന്നെ മാംസം, മത്സ്യം ഇതൊന്നും നമ്മൾ സേവിക്കുന്ന പ്രശ്നേയില്ല. അതുകൊണ്ട് മനസ്സിലായില്ല കാര്യങ്ങൾ. ഇതൊക്കെ കേട്ട് മഞ്ജിമയാണെങ്കിൽ അയ്യടാ എന്നായി പോയി മനസ്സിൽ വിചാരിക്കുകയാണ്, എൻ്റെ ദൈവമേ, എൻ്റെ ഒരു വിധി. അപ്പോൾ മനസ്സിലിങ്ങനെ പറഞ്ഞ കാര്യം കൈലാസ് അവിടെ എടുത്ത് വായിക്കാൻ പറയാണ്. യുവതി, ഇത് നിൻ്റെ വിധിയല്ല, ഇതാണ് സത്യം. നിൻ്റെ വിധിയൊക്കെ മാറി മറിയും. അയ്യോ, ഞാൻ മനസ്സിൽ വിചാരിച്ച കാര്യങ്ങളെല്ലാം കൈലാസേട്ടനത് എങ്ങനെയാ പറഞ്ഞത്? അതാണ് ദൈവത്തിൻ്റെ ശക്തി. നാം പറഞ്ഞല്ലോ, നമ്മളുടെ മനസ്സിൽ ഇപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് യുവതി, നീ മനസ്സിൽ വിചാരിച്ച കാര്യം അതെനിക്ക് ഒച്ചത്തിലാണ് കേട്ടത്. ഇത് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അമ്മോ, മഹാത്ഭുതം തന്നെ കേട്ടോ. എങ്കിൽ പിന്നെ ഞാൻ പാലും പഴവും പാൽക്കഞ്ഞിയും ഒക്കെ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ മഞ്ജിമ അവിടെ നിന്ന് പോവുക. മഞ്ജിമ അവിടെ നിന്ന് പോയപ്പോഴും കൈലാസ് ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുക. ഇതേ സമയം തന്നെ നമ്മുടെ ഇഷിതയുടെ റൂമിൽ ഇഷിതയും മഹേഷും ചിരിച്ചിരിച്ച് പണ്ടാരടങ്ങി. എൻ്റെ മഹേഷേ, എനിക്ക് അവിടെ നിന്ന് ചിരി ഞാൻ അടക്കി പിടിക്കുകയായിരുന്നു. അയ്യോ ഇഷിത, നിൻ്റെ മുഖം കണ്ടിട്ട് എനിക്കും ചിരി സഹിക്കാനായിട്ട് പറ്റില്ല. എന്നാൽ എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നത്? അവൻ ജയിലിൽ നിന്ന് ഇറങ്ങി വന്ന് അവൻ വേറൊരു വേഷം കെട്ടായിട്ട് വരുന്നു. ഇവൻ ഒരിക്കലും ഇങ്ങനെ മാറാനായിട്ട് പറ്റില്ല. അവൻ്റെ മനസ്സിൽ എന്തൊക്കെ ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് ഇഷിത വന്നിരിക്കുന്നത് എന്നവിടെ പറയുക. അല്ലെങ്കിൽ അത് ഉറപ്പുള്ള കാര്യം തന്നെയാണല്ലോ. അപ്പോഴാണ് നമ്മുടെ അഷിതയുടെ വിളി. അപ്പോൾ അഷിതയുടെ വിളി കണ്ടുകഴിഞ്ഞപ്പോഴേക്കും മഹേഷ് പറയുകയാണെന്ന് വെച്ചാൽ ഫോൺ എടുത്തോ. അങ്ങനെ ഫോൺ എടുത്തിട്ട് എന്തായി മോളെ കാര്യങ്ങളെന്ന് ചോദിച്ചപ്പോഴേക്കും ഇവിടെ അച്ഛൻ വന്നിട്ട് തിരിച്ച്. അച്ഛൻ വന്നത് നിനക്ക് നല്ലൊരു സപ്പോർട്ടായി. കാരണം ഒരു കുറേ പ്രശ്നങ്ങളിൽ നിന്നും നിനക്കൊരു മനസമാധാനം കിട്ടുമല്ലോ അച്ഛൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും. അതുമാത്രമല്ല ചേച്ചി, വേറൊരു കാര്യം കൂടി ഉണ്ടായി. അച്ഛനോടൊപ്പം വേറൊരാളും കൂടി വന്നു, നമ്മുടെ കൈലാസേട്ടൻ. ഇതിവിടെ ഇവിടെ കൈലാസോ? അതേന്നേ. ഇവിടെ ഈ കൈലാസിന് ഇവിടെ ആർക്കും അറിയില്ല, കേട്ടറിവ് മാത്രമേ ഉള്ളൂ. അവൻ്റെ ഒരു ഫോട്ടോ അന്വേഷിച്ച് നടക്കുകയാണ്. എന്തൊക്കെയോ ഗൂഢാലോചനയാണ്. പിന്നെ അതൊരിക്കലും കിട്ടാനായിട്ട് പാടില്ല എന്നൊക്കെ പറയാം. അതെന്താ ചേച്ചി, അതെന്താ അങ്ങനെ? അതൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ടേ. പക്ഷേ ചേച്ചി, അതിനേക്കാലം വിറ്റായ ഒരു കാര്യമുണ്ട്. ഇവിടെ കൈലാസേട്ടൻ തിരിച്ചു വന്നത് എങ്ങനെയാണെന്നറിയാമോ? ഒരു സ്വാമിയെ പോലെ. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അഷിത ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുക. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. ബൈ ബൈ.